ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ് വൈൻഡപ്പ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇത് അറാന്തോട് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് സുള്ളിയെന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറിയിട്ടാണ് അറാന്തോട് പറഞ്ഞ സ്ഥലം. അപ്പൊ നമ്മള് ഉള്ളേരിയകൾ കൂടെ പോയിട്ട് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒക്കെ തെരഞ്ഞു പോയി നോക്കാനുള്ള പരിപാടിയാണ് ഇനി. അപ്പൊ ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ റബ്ബറും സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാലോ അങ്ങനെ ഉള്ളേരിയ കൂടെ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് റബ്ബർ തോട്ടങ്ങളോ ഒക്കെ പാട്ടത്തിന് എടുക്കണമെന്നോ അതല്ല നിങ്ങളെ വീട് സ്ഥലങ്ങളൊക്കെ കൊടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പർ വന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വണ്ടികളൊക്കെ പറഞ്ഞ ഇഷ്ടം പോലെ പോണ്ട് കേട്ടോ. ബസ്സിലൊക്കെ ഫുള്ള് തിരക്കാണ്. കാറുകളൊക്കെ അങ്ങനെ ചീറിപ്പാഞ്ഞി പോണ്. ഇത് ഞായറാഴ്ച ആയോണ്ടാ തോന്നുന്നുണ്ട് എല്ലാരും ടൂറ് പോക്കും ഇപ്പൊ കറങ്ങാൻ പോക്കൊക്കെ ആയോണ്ടാ തോന്നുന്നുണ്ട്. പൊതുവെ ഞായറാഴ്ച ഭയങ്കര തിരക്കായിരിക്കുമല്ലേ. കടകളൊക്കെ നമ്മള് വരുമ്പോ എല്ലാം ഫുള്ള് അടവ് കഴിഞ്ഞിട്ടോ. പിന്നെ നമുക്ക് സുള്ളിയിലോട്ട് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അല്ലേ പോയി നോക്കാം. നമ്മള് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് പോന്ന് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോതാ അങ്ങ് ആ മലയൊക്കെ നോക്കിയാ അവിടേക്കൊക്കെ ഇഷ്ടം പോലെ റബ്ബറുകൾ കാണാൻ തുടങ്ങിട്ടോ. ഇങ്ങനെ ഓരോ ഉള്ളേരിയകൾ കൂടെ ഏതെങ്കിലും നമുക്ക് ആദ്യം കാണുന്ന റോഡൊന്ന് വെച്ച് പിടിക്കാം നമുക്ക്. എന്നിട്ട് അതിൽക്കൂടെ പോയി നോക്കാം കുറച്ചു ദൂരം. അപ്പൊ ഞങ്ങൾ ഇറങ്ങിട്ടോ യാത്ര തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്കും വേണ്ടി ഞങ്ങള് റബ്ബറും തെരഞ്ഞ് പോവുകയാണ്. അത് നോക്കിയാൽ ഞാൻ കാണുന്ന ഇങ്ങനെ മുരിങ്ങാക്കോച്ചന്മാർക്ക് കാണുന്നത് റബ്ബറിന്റെ തലപ്പാട്ടാ കാണുന്നത്. ഞാൻ അതിൽ ആദ്യം കാണുന്ന ഏതെങ്കിലും ഒരു വഴി കൂടെ നമുക്ക് പോയേക്കാം. ഇനിയിപ്പോ ഇങ്ങനെ കുറച്ചു ദൂരം ഇങ്ങനെ പോയേക്കാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ആദ്യം കാണുന്ന ഒരു വഴി കൂടെ ഇക്കറിയില്ല. ഞാൻ രണ്ടാളും ഉറങ്ങിപ്പോ എഴുന്നേറ്റുള്ളൂ. നമുക്ക് നേരെ മടിക്കേരിക്ക് പോണോ ഏണ്ട പോണോ? നമുക്ക് ആദ്യം ഇവിടെ ഈ റോഡിന് പോയി നോക്കിയാലോ. ഇതിലും പോയി നോക്കാം. എന്റെ ഒരു വണ്ടി വരുന്നു. ഞാൻ അതില് റബ്ബർ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ലല്ലോ. പോയി നോക്കാം. ഇങ്ങനെ പോയി നോക്കാം നമുക്ക്. ഫോറസ്റ്റ് ആണോ എന്താന്നറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം. കുറച്ച് ഇതിപ്പോ ഇങ്ങനെ കാണുന്ന നോക്കണ്ടേ. ഫോറസ്റ്റ് ഇരുട്ടായി കൂരിട്ടില്ലേ. അത് സാറില്ല. നമുക്ക് പോയി നോക്കാം. കുറച്ചു ദൂരം പോകുമ്പോ ചിലപ്പോ എന്തെങ്കിലും കാണും. ഇവിടെ എല്ലാരും സ്ഥലവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കൊറേ ഉള്ളിലോട്ട് പോയിട്ടൊക്കെ ആവും. എല്ലാരും റബ്ബറാണേലും കവുങ്ങാണേലും ഒക്കെ കാണാം. പോയൊക്കെ നമുക്ക്. വണ്ടി ഏതായാലും പോകണ്ടല്ലോ അല്ലെ? പിന്നെന്താ ബൈക്ക് പോകണ്ടല്ലോ. ബൈക്ക് പോയാലും എന്താ പ്രശ്നം? നല്ല സൂപ്പർ റോഡാണ്. ഒരു കൊച്ചും ഉണ്ടായിട്ട് പുറകിൽ. കൊച്ചിനൊക്കെ തട്ടിക്കൊണ്ട് പോകണാണോടാ? റബ്ബറൊക്കെ എവിടെ ഉണ്ടായാലും നോക്കിട്ട് വേഗം പറഞ്ഞോണം കേട്ടല്ലോ. സാധാരണ കിച്ചുവാണ് ആന്റെ പപ്പോയി അവിടെ റബ്ബർ ഉണ്ട് ആന്റെ പപ്പോയി എന്ന് പറഞ്ഞിട്ട് പറയണാണ്. ആന്റെ ആ കുട്ടീനെ അവിടെ ഇറക്കണ്ടല്ലേടാ. കാറൊക്കെ വരുന്നുണ്ട്. അത് അതിലൊക്കെ വഴിയുണ്ട് കേട്ടോ. തെലങ്കാന സ്റ്റേറ്റിന്റെ വണ്ടിയാണല്ലോ. അതിന് അവിടെ റബ്ബർ കാണുന്നുണ്ടായില്ലേ. അവിടെയൊക്കെ റബ്ബർ ഉണ്ട്. അപ്പൊ നമ്മള് വരവൊക്കെ ഒന്ന് കുഴപ്പമില്ല. ഇനി പോയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ചാകരയാവൂലേ. കുറച്ചുകൂടി കന്നഡയും കുറച്ച് നല്ല രീതിയിലൊക്കെ ഭാഷയൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല സുഖാണ്. ഇത് ഫുള്ള് ഫോറസ്റ്റ് തന്നെയാണോ? എന്താന്നറിയില്ല. നല്ല നല്ല തേക്കില്ലേ. നമ്മളെ മുതലാണ് കാണുന്നത്. ആണോ? ദാണ്ട നിക്കണു റബ്ബറല്ലേ? അതെ റബ്ബറല്ല കാണുന്നേ. തൈമരങ്ങളാണല്ലോ. അപ്പൊ ആ വീട്ടുകാരതേക്കും തോന്നുന്നുണ്ട്. മലയാളികളുടെ വീടാണോ? ഓ കുഞ്ഞ മരാണ് ചേട്ടാ. ഒക്കെ വെട്ടുണ്ട് അല്ലേ. അവിടെ കുറച്ച് കാട്ടിൽ കിടക്കുന്ന റബ്ബർ. ഇവിടെ ഉണ്ട്. ആ വീടിന്റെ പുറവശത്തൂടെ അതിലൊക്കെ റബ്ബർ കാണുന്നുണ്ട്. ചെറിയ മരങ്ങളൊന്നും വേണ്ടല്ലേ? ചെറുതൊന്നും വേണ്ട. ഞക്കളി ഒക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാര് പറയില്ലേ മോശന്മാരെടുത്തു എന്നുള്ളത്. നമുക്ക് എപ്പോഴും നമ്മള് നല്ലത് വേണം തെരഞ്ഞെടുത്ത് കൊടുക്കാൻ അല്ലേ. അതിന് വീടുണ്ട്. ചിലപ്പോ അവര് സ്വന്തം വെട്ടുന്നായിരിക്കും. നമ്മള് ചെന്ന് ചോദിക്കുമ്പോ പറയാ തിരിയല സമയം. അവിടെ ആ കാണുന്ന റബ്ബർ തന്നെയാണ് ആ മേലെ കാണുന്നത്. അപ്പൊ കുഞ്ഞ കുഞ്ഞ മരങ്ങളാട്ടോ. കുറച്ചല്ലേ ഉള്ളത്? കുറച്ചേ ഉള്ളൂ. ഇഷ്ടവട്ടത്തിലുള്ളൂ. ഇതിനങ്ങനെ പോയോക്കാം. കവുങ്ങ് ഫുള്ള് നല്ല കവുങ്ങളല്ലേ. കവുങ്ങും തോട്ടം നിരന്ന തോട്ടാണ്. അതിന്റെ ഇടയിൽ കൂടെ കൊക്കോ ഉണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അവിടെ അതിന്റെ ഇടയ്ക്ക് ഒരു വീട്. ഒരു ഗേറ്റ് അടക്കണുണ്ടോ? വേറെ മോഡല് ഗേറ്റ് ആട്ടോ. കർണാടക എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഗേറ്റ് ആണ് നിങ്ങൾ കാണുക.
ഹെൽമെറ്റ് ഒന്നും വേണ്ടെന്ന് തോന്നുന്നില്ലേ? ഇവിടെ അവിടുത്തെ മാരിക്കുള്ള ഒരു ഇതൊന്നും ഇല്ല തോന്നിട്ടില്ലേ? കേട്ടോ വഴിയുണ്ടല്ലോ. നമുക്ക് ഇതിലൊന്ന് കേറി വെക്കാലോ ഉള്ളിൽ കൂടെ. വീടുകളൊക്കെ കാണുമായിരിക്കും. ചോദിച്ചാൽ നമുക്ക് റബ്ബറൊക്കെ കൊടുക്കുമെന്നൊക്കെ ചോദിക്കാം. എന്നിട്ട് നമ്മളൊരു കാർഡ് എടുത്ത് കൊടുക്കാം അല്ലേ? ഒരു വിളിച്ചോളും. കുറച്ചുകൂടിയാണ് പോയി നോക്കാം. അതെങ്ങനെ എവിടെയാണ് സ്ഥലം എന്താന്നൊന്നും അറിയണ്ടേ. ശ്രീഹള്ളിയിലാണോ? റേഞ്ച് ഇല്ല. പിന്നെ നമ്മള് തോട്ടെടുത്ത് കൊടുക്കുമ്പോ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റേഞ്ച് കിട്ടുക. റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങൾക്കൊക്കെ ആൾക്കാർ കുറവാണ്. വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതില്. അവിടെ എന്തോ പരിപാടി കഴിഞ്ഞിട്ട് വരാം. ഇവിടൊക്കെ ഇതാ റബ്ബറാണ്. പിന്നെ അതിന്റെ അടുത്ത വീട് അതൊക്കെ വിട്ടുണ്ടല്ലോ. അതൊക്കെ ടാപ്പിംഗ് ആക്കുന്നതാ. അടുത്തത് റബ്ബറാണ് കാണുന്നത്. കേരളത്തിലുള്ള അതേപോലെ തന്നെ അല്ലേ? ഓരോ വീട്ടിലുണ്ട് 10, 200, 500 റബ്ബറുകൾ. അതുണ്ടല്ലേ നല്ല തോട്ടം. ടാപ്പിംഗ് ആക്കുന്നുണ്ടല്ലേ? വെട്ടുന്നുണ്ട്. ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ചോദിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇനി ഇതെങ്ങനെ വേനക്കാണോ? ആ 2 മാസമാണോ നിർത്തിയിടുക? അതെങ്ങനെയാണ് അതിന്റെ? ഇപ്പൊ സീസൺ ആണ്. ഇപ്പൊ എല്ലാരും വെട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരുവിധം എല്ലാ തോട്ടത്തിലും ആളുണ്ടാവും. ഇനി നമുക്ക് ഇത് എല്ലാം ചോദിച്ചറിഞ്ഞ് ഇവരുടെ നമ്പറെല്ലാം മേടിച്ച് സെറ്റ് ആക്കിയിട്ട് അടുത്ത മാസത്തുണ്ടല്ലോ, ഒരു മെയ് മാസം, മെയ് അല്ല, ഒരു ആ മാസങ്ങളിൽ മാർച്ച് ഏപ്രിലൊക്കെ ആവുമ്പല്ലേ നേരം വരെ വിളിച്ചിട്ട് സെറ്റ് ആക്കണം. ഇതൊക്കെ കണ്ടോ ഓരോരുത്തരുടെ വീട് കണ്ടോ? എല്ലായിടത്തോട്ടും വഴികളുണ്ട്. വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ആദ്യം ഫോറസ്റ്റ് കണ്ടപ്പോ ഞാനും വിചാരിച്ചു ഇവിടെ റബ്ബറൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഉള്ളിലോട്ടൊക്കെ നല്ല റോഡുകൾ ഉണ്ട്, മണ്ണിട്ട റോഡുകള്. ഇതിങ്ങനെ ഇങ്ങനെ പോകുമ്പോ രാത്രിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പേടിയൊന്നുമില്ലേ? ഇതിലൊക്കെ റോഡുകളുണ്ട്, ഫുള്ള് വീടുകൾ ഉണ്ടല്ലേ, എന്നാലും കുറവാല്ലേ? വീടുകളുണ്ട്. അതിന് ആ റോട്ടിൽ നിന്ന് ഉള്ളിലോട്ട് മണ്ണ് റോഡ് വരുന്നത് കണ്ടോ? ഇതൊക്കെ ഓരോരോ വീട്ടിലോട്ട് പോണ വഴികളാണ്. എല്ലായിടത്തും ഉണ്ട്. നമുക്ക് ഇതില് വരുമ്പോ പ്രത്യേകമായിട്ട് നമ്മളിങ്ങനെ വീടുകൾ കാണൂല അല്ലേ? വീടൊന്നുമില്ല, ഏക്കർ കണക്കിന് സ്ഥലങ്ങളായിരിക്കും എല്ലാവർക്കും. എന്നിട്ട് അതിന്റെ ഏതെങ്കിലും അറ്റത്തായിരിക്കും വല്ല വീടുണ്ടാവും. ആന ഇറങ്ങണല്ലോ. ശരിയാ, അത് എപ്പോഴേലൊക്കെ ഉണ്ടാവുള്ളൂ. എപ്പോഴൊന്നും ഉണ്ടാവില്ലല്ലേ? ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒക്കെ അല്ലേ ഉള്ളൂ. അതിന്റെ അപ്പുറം പോയി നോക്കാം നമുക്ക്. കുറച്ചുകൂടി അപ്പുറത്ത് പോയി കഴിയുമ്പോ എന്തായാലും നമ്മള് കർണാടകയിൽ വന്ന് തോട്ടെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറെ സംഭവങ്ങളുണ്ട്. ആന ഇറങ്ങുമോ, പുലി ഇറങ്ങുമോ, കടുവണ്ടോ, പന്നി ശല്യമുണ്ടോ, അട്ടശല്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ എല്ലായിടത്തോട്ടും ബസ് ഉണ്ടാവും കേട്ടോ. റോഡാണെങ്കിലും നല്ല നല്ല റോഡുകള്. പോണ വഴിയുള്ള കാഴ്ചയാണ് കേട്ടോ ഫോറസ്റ്റിൽ കാണുന്നത്. ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഉള്ളിലോട്ടൊക്കെ വീടുകളുണ്ട്. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതാ അവിടെയൊക്കെ കവുങ്ങും റബ്ബറും കാണുന്നുണ്ട് അതിന്റെ ഇടയിൽ ഉള്ളില്. അതാ റബ്ബറല്ല കാണുന്നത്. ഇല കൊഞ്ഞിതാക്കണ പോണേ അതൊക്കെ അവിടെയുള്ള ആൾക്കാരുടെ, ഗൗഡന്മാരുടെ, ഷെട്ടിമാരുടെ, അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ ആയിരിക്കും. ഇതാ നമ്മളെ മുന്നിൽ വേറൊരു വണ്ടി കേറിട്ടോ. നമ്മളെ സ്വപ്ന വണ്ടിയാണത്, സ്കോർപിയോ. പണ്ട് ഇങ്ങനെ കാണുമ്പോ ഭയങ്കര രസമായിരുന്നത് ഇങ്ങനെ പോണത്. ആടിങ്ങനെ നിക്കണ ഒരു രസല്ലേ? സിനിമ സ്റ്റൈലിൽ ഇങ്ങനെ വന്നിട്ട്. ഇത് കൊടുത്തിട്ട് നമുക്ക് അത് എടുക്കണോ? ഇതിനെ കൊടുക്കാൻ പറ്റൂല. ഇനിയിപ്പോ ഇതിനെ കൊടുക്കാറുന്ന ഒരു ഇതല്ലേ. ഇതിലിങ്ങനെ പോയി ശീലമായിട്ട് കാണാനും വേറൊരു ലുക്കല്ലേ. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാലൊക്കെ കാണാൻ വേറെ ലുക്കാണ്. ബൊലീറോ, സ്കോർപിയോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വണ്ടികള്. പിന്നെ ഷീറ്റ് കൊണ്ടുപോകാനും ഇതിനൊക്കെ സൗകര്യം. ഷീറ്റ് കൊണ്ടുപോകാം, ഒട്ടുപാല് കൊണ്ടുപോകാം, എന്തെങ്കിലും സാധനങ്ങള് ചാക്ക് കണക്കിന്, ലോഡ് കണക്കിന് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കണമെങ്കിൽ ഇറക്കാം. കുണ്ടും കുഴിയും മെല്ലെ മെല്ലെ പോകാതെ ചാടി കേറി തുള്ളി മറിഞ്ഞു പോകാം. കുന്നും മലയും കേറി പോകാം. എവിടെയും കൊണ്ടുപോയി നിർത്തിട്ട പ്രൗഢിയാണ് അല്ലേ? നമ്മളെ വണ്ടീനെ ഞങ്ങള് പുകഴ്ത്തല്ല, സത്യാണ്. ഫോറസ്റ്റ് കഴിഞ്ഞപ്പോ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയ. അടുത്ത റബ്ബർ തുടങ്ങി. ഈ റബ്ബർ കാട് മൂടി കിടക്കാൻ കാണിച്ചെടുത്ത്. ഈ റബ്ബർ യാരത്
അല്ലേ? കന്നഡയും ഇത് ആരുതോ കന്നഡ പറയാൻ മറന്ന്. ഇത് ആരുതോ റബ്ബർ ಗಿಡ ഇതൊന്നും വെട്ടുന്നില്ല. ഇവിടെ വെട്ടുന്നില്ലല്ലോ. ಇಲ್ಲ ಈಚೆ ಯಾರು ಯಾವ್ದು ಕಡೆ ಯಾರು ಟ್ಯಾಪಿಂಗ್ ಮಾಡುದಿಲ್ಲ ಅല്ലേ? ഈ കടയിലുണ്ട്, ഈ കടയിലുള്ള ടാപ്പിംഗ് ആക്കുന്നുണ്ട്. മരമൊക്കെ എല്ലാം മരങ്ങളല്ലേ? നിങ്ങളിങ്ങനെ ചെറിയ രീതിയിലുള്ള കന്നഡ കുറച്ച് പഠിച്ചാൽ മതി. കുറച്ച് അത്യാവശ്യം ചോദിക്കാൻ മാത്രം. ഒരു 30 റുപ്യന്റെ ബുക്ക് ഉണ്ട്, ആ ബുക്ക് വാങ്ങുക, പഠിക്കുക. ഞങ്ങൾ അങ്ങനെ പഠിച്ചെടുത്തതാണ്. പിന്നെ കുറെ അല്ലേ, പിന്നെ ഓരോയിട്ട് സംസാരിക്കാൻ ഇറങ്ങണം. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കാനൊക്കെ ഇറങ്ങി കഴിഞ്ഞ് നമ്മള് തന്നാലും പഠിക്കുന്നത്. എന്താ സ്കൂളാ? അതെ, സ്കൂള്. ഇവിടെ അടുത്ത് ഗവൺമെന്റ് സ്കൂളാണ് ഈ കാണുന്നത്. എന്താണ്? അടുത്തലെ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പൊ നമ്മള് എത്തിയിട്ടുള്ളത്. അടുത്തലെ. ഇവിടെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. അത്യാവശ്യ സാധനങ്ങൾക്കൊക്കെ വാങ്ങാൻ വേണ്ടി ബസ് സ്റ്റോപ്പ്, പിന്നെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കട കാണുന്നുണ്ട്, റബ്ബറാണ്ട്. എങ്ങോട്ട് പോണ റോഡാ? എങ്ങോട്ടേലൊക്കെ എത്തല്ലോ നമ്മള്. പിന്നെ ഇനിയിപ്പൊ അടുത്ത് ഇവിടെ ഒരു ചെറിയൊരു തട്ട് കള്ള് ഷാപ്പുണ്ട്. കള്ള് ഷാപ്പാരെ. അപ്പൊ കള്ള് ഷാപ്പാണ്. റബ്ബറ്, ഇപ്പുറത്തെ റബ്ബറ്. ഇവിടെ ഒരു കട എന്തോ ആണിത്. പിന്നെ അവിടെ ഓരോരുത്തരുടെ കൃഷി, കവുങ്ങ്, കൊക്കോ, തെങ്ങ്. വണ്ടി വരുന്നുണ്ട്. ചെറിയ റോഡാല്ലേ? ഇങ്ങോട്ട് എത്തിയപ്പോ ചെറിയ റോഡായി, സൗകര്യം കുറഞ്ഞു. സുബ്രഹ്മണ്യം വരുന്ന റോഡാണത് ആയിരിക്കും, എന്താ അറിയില്ല. ഇതാ വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്. എവിടുന്നാ വരുന്ന ഒരു പിടുത്തമില്ല. ആണ്ട് വരുന്നേ കൊറേ ഉണ്ടോ? കുഞ്ഞ അവിടെ പാലമാണോ കാണുന്നത്? അങ്ങ് എന്താണാവോ? പാലമാണോ എന്താണെന്ന് അറിയില്ല. കൂടെ പോയിക്കോട്ടെ. ഏതായാലും നിർത്തി, ഇവനും കൂടെ പോയിക്കോട്ടെ. എളുപ്പം വരി, നമുക്ക് പോണം. അടുത്ത വണ്ടി വരുന്നുണ്ട്, അത് നമുക്ക് അവിടെ നിന്ന് സൈഡാക്കാം. ഇതൊക്കെ ചെലപ്പം വണ്ടി പൂജിച്ച് വരാണോ? സുബ്രഹ്മണ്യം വരുന്ന റോഡാന്ന് തോന്നുന്നു. ഈ സംഭവം കട ഉണ്ട് അല്ലേ? കട, വീട്. അതിനോട് ചേർന്ന ദോല റബ്ബർ തന്നെയായിരിക്കും ചിലപ്പോ. കുറച്ച് മരം ഉണ്ട് അവിടെ. താഴെ കാസർഗോഡ് മാരിക്കുള്ള സ്ഥലമായോ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അതിലെ അവിടെ പോയിട്ട് അവിടെയുള്ള സ്ഥലങ്ങൾ മൊത്തം ചോദിച്ചു നോക്കാം. ഏതാ മേലെ ഫുള്ള് റബ്ബർ കാണുന്നുണ്ട് കേട്ടോ. വഴിയിൽ എവിടെയെല്ലാം ഒരാളെ കണ്ടാലും മതിയെന്നു ചോദിച്ചറിയാൻ. പിന്നെ നമ്മള് താഴെ റബ്ബർ ഇഷ്ടം പോലെ. പിന്നെ നമ്മള് ടൗണിൽ കൂടെ, മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല റബ്ബർ എവിടെയാ എന്താ ഏതാന്നുള്ളതൊക്കെ. അറാന്തോട് വരിക, ലെഫ്റ്റ് തിരിയാ, കണ്ടോ റബ്ബർ? കണ്ടോ? റബ്ബറാണ് കാണുന്നത്. ഈ മേലെ കാണുന്നു റബ്ബർ തന്നെ. കണ്ടോളി. കണ്ടില്ല കേട്ടില്ല എന്ന് വേണ്ട, വരാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോരാ. മായയല്ല, മന്ത്രമല്ല, മായാജാലമല്ല അല്ലേ? റബ്ബറാണ്. അത് കണ്ടില്ലേ? റബ്ബറാണ് ഈ കാണുന്നത്. റബ്ബറിന്റെ നടുവ് കൂടാണ് ഈ പോകുന്നത്. ഇപ്പൊ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, റബ്ബറാണ്. ഇതൊക്കെ ടാപ്പിംഗ് ആക്കണം കേട്ടോ. കാടെല്ലാം കുത്തിയാണ്. കിട്ടിയിട്ടില്ല. കിട്ടുന്നില്ലല്ലേ? എന്തോന്ന് കണ്ടോ? ഇങ്ങനെ നിരന്ന് കിടക്കാണ് കേട്ടോ തോട്ടത്തിന്റെ നടുവിൽ കൂടെ അങ്ങനെ വഴി. പറമ്പിലോട്ട് വണ്ടി കൊണ്ടുപോകാനൊക്കെ നല്ല സുഖാണ്. ഈ വഴിക്ക് പോയി നോക്കണോ അതോ ഈ വഴിക്ക് പോയാൽ ചിലപ്പോ ആരെങ്കിലും വീട്ടിലേക്കാ എത്തുക മിക്കവാറും. നമുക്ക് നേരെ പോയി നോക്കാം. കാട് വെട്ടിട്ടുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ഒന്ന് അന്വേഷിച്ച് നോക്കിയാലോ നമുക്ക്? ഇവിടെ വീട് കാണണ്ട അന്വേഷിക്കാൻ.
ഇതിപ്പോ നമ്മള് പോണ വഴിയുള്ള തോട്ടാണ് കേട്ടോ. ഇത് കാണിച്ചു തരാം. അപ്പൊ ഞങ്ങളിങ്ങനെ പോയപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരായിരുന്നേ. ആരതോ തോട്ടാണ്, ടാപ്പിംഗ് ആക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ റോട്ടിൽ നിന്ന് ഇങ്ങനെ അത് എസ്റ്റേറ്റ് ആണ് തോന്നുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് കൊറേ ഉണ്ട്, എസ്റ്റേറ്റ് തന്നെ തോന്നണ്. കണ്ടമാനം മരങ്ങളുണ്ട് അതല്ലേ, നിരന്ന സ്ഥലാണ്. റബ്ബറിന്റെ ഇടയ്ക്കൂടെ എല്ലാം ഫുള്ള് കാപ്പി എല്ലാം നട്ടിട്ടുണ്ട്. ഇത് കാപ്പിയല്ലേ? കാപ്പി യെസ്. ഫുള്ള് കണ്ടതെന്ന് വെച്ച് നല്ല തോട്ടം. ഇതേമാതിരിക്കുള്ള നല്ല തോട്ടം കിട്ടണം അല്ലേ? ഇങ്ങനെയുള്ള ഒരു തോട്ടം കിട്ടിയതില്ല, 2000-3000 മരം ഒറ്റ തോട്ടം സുഖസുന്ദരമായിട്ട് വെട്ടി പാലെടുത്ത് ഷീറ്റ് അടിച്ച് അതിൽ ചെറിയ വീടും കൂടി ഉണ്ട്. സുഖമായി. പണിക്കാരെ കിട്ടൂല, എന്താ പ്രശ്നം? പണിക്കാരെ കിട്ടണ്ടേ? പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. പണിക്കാരെ കിട്ടാനില്ല. ഈ തോട്ടം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നോക്കാം, നല്ല മരങ്ങളുമാണ്, ചുറ്റും റോഡുണ്ട് അല്ലേ. ഇവിടെ മിഷ്യൻ പേരൊക്കെ ഉണ്ട്, മിഷ്യൻ പേരും പോപ്പരൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒറ്റ തോട്ടം കിട്ടണം. പറമ്പിൽ എല്ലാവർക്കും വണ്ടി കൊണ്ടുപോകാനും ഒരു സൗകര്യം ഉണ്ടായിരുന്നു, നല്ല സുഖമായിരിക്കില്ലേ? ഷീറ്റ് പാലെല്ലാം കൊണ്ടുപോകാനും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാപ്പിംഗുകാർ നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ നിൽക്കൂല. നമ്മള് പോന്ന് കൊറേ അങ്ങെത്തി. ഇപ്പൊ റബ്ബറുകൾ ഇങ്ങനെ കാണലും കുറഞ്ഞോ അങ്ങോട്ട്? ഉണ്ടോ? റബ്ബറുണ്ടേ. റബ്ബർ ഇപ്പൊ നമ്മളാ റോഡ് സൈഡിൽ കൂടെ ഉള്ളത് കണ്ടില്ലേ? ഇനിയിപ്പോ ഉള്ള ഏരിയകളിൽ കൂടെ ഉള്ളത് നമുക്ക് പോയി പേഴ്സണൽ ആയിട്ട് നമുക്ക് ഒന്ന് പോയി നോക്കിട്ടേ ഏതായാലും പാർട്ടി വരുമ്പോ കൊണ്ടേ കച്ചവടാക്കി കൊടുക്കാൻ വേണ്ടേ? അതെ. ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തും പോയി തോട്ടങ്ങളെല്ലാം പിന്നെ കണ്ടുപിടിക്കണതൊക്കെ. അവരോടൊന്ന് ചോദിച്ചോക്കിയാലോ നമുക്ക്? ഒന്ന് ചോദിച്ചോക്കെ. കുറച്ച് നല്ലൊരു ഏരിയ എത്തിന് വണ്ടി സൈഡാക്കിട്ടൊന്ന് ഇറങ്ങി പോയി ചോദിച്ചോക്കെ. അപ്പൊ നമ്മളിപ്പോ നിക്കണ എവിടെ അറിയാം? അറാന്തോടിനൊക്കെ കൊറേ ദൂരം പോകുന്ന, ഒരു 5-8 കിലോമീറ്റർ ഉള്ളിലേക്ക് കൊറേ ദൂരം പോകുന്നുണ്ട്. അപ്പൊ പോന്നപ്പോ ആ ഒരു ഏട്ടൻ ഇങ്ങനെ പോകണ്ടായിരുന്നു. അപ്പൊ അവരോട് നമ്മള് റബ്ബർ ഇവിടെ കൊടുക്കാനുണ്ടോ ഒക്കെ ചോദിച്ച് അന്വേഷിച്ച്. കൊറേ റബ്ബർ നമ്മൾ കണ്ടല്ലേ വരുന്ന വഴിക്ക്. അപ്പൊ എല്ലാം ടാപ്പിംഗ് ആക്കിയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ലീസിനൊക്കെ കൊടുക്കാനുണ്ടോ? മൂപ്പര് പറയണത് എന്താ വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാൻ അറിഞ്ഞു. ഇപ്പൊ ഒരുവിധം കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. നമ്മളെ മലയാളികൾ കുറെ ഗല്ലി ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട്. ബോംബറിന് മനുഷ്യനാണ്, കൈ ഉണ്ടല്ലോ ജി. അവരെ കൈ വരലില്ല. എന്താ വെച്ചപ്പോ ബോംബറിനാന്ന് പറഞ്ഞു. ഞാൻ കരുതി മറ്റേ അയാൾക്ക് ഡ്രസ് വർക്കാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഈ മറ്റേ മെഷീൻ ഉണ്ടാവില്ല വെൽഡിങ്ങിന്റെ മറ്റേ സംഭവങ്ങൾ കട്ട് ചെയ്യണൊക്കെ, ആ മെഷീൻ ആയതാണ് വിചാരിച്ചു. നോക്കിയാ പോണ നല്ലൊരു വെള്ളം തോട് കണ്ടോ, നല്ല വെള്ളം ഉണ്ടല്ലേ. വെള്ളമൊക്കെ നല്ലോണുള്ള ഒരു ഏരിയ കേട്ടോ. അപ്പൊ ഈ ഒരു ഏരിയ കൂടെ നിങ്ങളൊക്കെ തോട്ടം തരനൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഏപ്രിൽ മാസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തോട്ടങ്ങൾ കിട്ടും. പിന്നെ മലയാളികളായതുകൊണ്ട് പിന്നെ ഏകദേശം എല്ലാം ഒരുവിധ തോട്ടങ്ങളൊക്കെ പുതിയ ആൾ വരുമ്പോ എന്തായാലും കൊടുക്കും. അപ്പൊ നമ്മളെന്താ വെച്ചാൽ നമ്മള് ഇറങ്ങുന്ന ടൈമിൽ നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. അടുത്ത സീസൺ ആകുമ്പോഴത്തേന് പറഞ്ഞ് കണക്കൂട്ടൽ നമ്മൾ ഇറങ്ങിയതാണ്. അപ്പൊ അപ്പത്തേനും എന്ത് എല്ലാരും നേരത്തെ വന്ന് കുഴപ്പമൊന്നുമില്ല. ഓരോ വെച്ചാല് ഈ ടൈം കഴിഞ്ഞാൽ അടുത്ത ടൈമിൽ അവർ വേറെ ആൾക്കാർക്ക് കൊടുക്കും. അപ്പൊ നമ്മളൊന്നാ നമുക്ക് കിട്ടും, വേറെ ആൾ വന്നാൽ വേറൊരാൾക്ക് കൊടുക്കും. ഓരോ കൊല്ലത്തേനൊക്കെ ആവുമല്ലോ ലീസിന് കൊടുക്കുക. വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഉള്ളേരിയാണ് പറഞ്ഞിട്ട് അങ്ങനെ കുഗ്രാമൊന്നും അല്ല. എല്ലാ ഇഷ്ടം പോലെ. സുബ്രഹ്മണ്യക്ക് പോണ റോഡാണ്. ഇപ്പൊ ബസ്സെല്ലാം പോകുന്നുണ്ടായിരുന്നു. ബസ്സിനൊക്കെ പെരും തിരക്കായിരുന്നു. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെയുള്ള ഏരിയ ഉണ്ട്. ഇങ്ങനെ കാണുമ്പോ നമുക്ക് ഇങ്ങനെ വിജനമായ സ്ഥലമാണൊക്കെ തോന്നും. ഇതൊക്കെ പോയത്ര കൃഷിയൊക്കെ കൊക്കോയും കവും നമ്മള് വരുമ്പോ കൊറേ സ്ഥലം കാണും. നമുക്ക് വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. അതെ. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തേക്കുക. പിന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നമുക്ക് അടുത്തൊരു കുറച്ചുകൂടി പോയി നോക്കാല്ലേ. ഇനി ഇങ്ങനെ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത സ്ഥലങ്ങളായിട്ട് കണ്ടുമുട്ടാം. അതുവരെ നമുക്ക് ബൈ.